ഹലോ നമസ്കാരം. പെക്സിൻ്റെ ചാർട്ട് ഒന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ അതേ ലെവലിൽ പോണ ഒരു കോയിൻ ഉണ്ട്, ഡോജി കോയിൻ. ഇതിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. ഇതും ഏകദേശം ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 46 സെൻറ്റ്, 39 സെൻറ്റിൽ നിന്ന് ഏകദേശം 46 സെൻറ്റ് ടച്ച് ചെയ്തു. ഇനി നമുക്ക് അപ്പെക്സിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇതും ഏകദേശം ആ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നേ ഏറ്റവും താഴ്ന്ന റേറ്റ് 35 സെൻറ്റിൽ നിന്ന് 50 സെൻറ്റിൻ്റെ മുകളിൽ ടച്ച് ചെയ്തു. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് മുന്നേ പറഞ്ഞിരുന്നത് ഒരു 30-35 സെൻറ്റിൻ്റെ താഴെ ഒരു 25 ആ ലെവലിലൊക്കെ ഈ കോയിന് വന്നിരുന്നു. ആ സമയത്തൊക്കെ കുറേ ആളുകൾ ബൈ ചെയ്തിരുന്നു. ആ സമയത്ത് ബൈ ചെയ്ത ആളുകൾക്കൊക്കെ ഇപ്പോൾ നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ നമുക്ക് ഇനി ഒരു 50 സെൻറ്റിൻ്റെ മുകളിൽ കടന്നാൽ ഒരു ഡോളറിൻ്റെ അടുത്തേക്ക് അതിൻ്റെ റേറ്റ് വരും. ഇപ്പോൾ ഈ താഴേക്ക് വന്ന് ഒരു ഏകദേശം ഒരു 30-35 സെൻറ്റ് വരെ വന്ന് മുകളിലേക്കാണ് ഇനി പോവുക. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു 25 സെൻറ്റിൻ്റെ താഴേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ആ റേറ്റ് വരെ വന്നു. ഇനി ആ റേറ്റിലേക്ക് വരില്ല നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ആ റേറ്റിലേക്ക് 20-25 സെൻറ്റ് ആ ലെവലിലേക്ക് പിന്നെ ചാർട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ 30-35 സെൻറ്റ് വരെ വന്നിട്ടുള്ളൂ. ഇനിയും നമ്മൾ പറയുന്നത് ഒരു 30-35 സെൻറ്റ് വരെ വന്ന് പിന്നെ 30-35ലേക്ക് ഈ കോയിന് വരാനേ സാധ്യത കുറവാണ്. ഇനി മുകളിലേക്കാണ് പോകാൻ സാധ്യത. ഇപ്പോൾ ഇന്നലെയായിട്ട് XT.com അനൗൺസ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ റേറ്റ് കയറാൻ കാരണം. ഇനിയിപ്പോൾ നാളെ ഡെപ്പോസിറ്റ് അതേപോലെ തന്നെ ട്രേഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇനി മുകളിലേക്കാണിത് പോകാൻ സാധ്യത കൂടുതൽ. താഴേക്ക് വന്നിട്ട് ഒന്നുകൂടി മുകളിലേക്ക് പോകും. പിന്നെ ഈ 30-35 സെൻറ്റിലേക്ക് ഇതിൻ്റെ ചാർട്ട് വരികയില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങി വെച്ചാൽ നമുക്ക് ഇതിൽ സ്റ്റേക്ക് ചെയ്യാനാണെങ്കിലും അതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടും ഈ 30-35 സെൻറ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിന് മുന്നേ വാങ്ങി വെക്കും. പിന്നീട് നമുക്ക് വാങ്ങാൻ പറ്റിയില്ല എന്ന് തോന്നരുത്. അപ്പോൾ ഈ റേറ്റിലേക്ക് വരുമ്പോൾ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതുള്ളതാണ്. ഓക്കെ, താങ്ക് യു.